വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം കൂടി നല്ല വൃത്തിയായിട്ട് കഴുകുക. അതിനാവശ്യമായിട്ടുള്ള പരിപ്പും കൂടെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് നമുക്ക് കുക്കറിലേക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം. ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് വേവിക്കാൻ വെച്ചിരിക്കുന്നത്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. പൊടിയൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിഴിപുളിയുടെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർക്കുമ്പോൾ സാമ്പാറിന് നല്ല ടേസ്റ്റാണ്. അതിനാണ് ശർക്കര ചേർക്കുന്നത്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ അങ്ങ് ഓഫാക്കാം. സാമ്പാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കണം. എൻ്റെ യൂട്യൂബ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം.